പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കണ്ണങ്കോട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ്. ഇത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ്. കൊല്ലങ്കോടിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഗ്രാമത്തിൻ്റെ ഭംഗിയും അതേപോലെ ഈ പച്ചപ്പ് എല്ലാം ആസ്വദിക്കാൻ താല്പര്യമുള്ളവരും ഇഷ്ടമുള്ളവരെല്ലാം ഒരുപാട് വന്ന് കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കൊല്ലങ്കോട്. അപ്പോൾ അതിനടുത്ത് അധികം ദൂരത്തല്ലാതെ ഒരു 4-5 കിലോമീറ്ററിനുള്ളിൽ വരുന്ന ഒരു സ്ഥലമാണ് ഈ കണ്ണങ്കോട് എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമം. ഈ ഗ്രാമത്തിലെ കാഴ്ചകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നല്ല മഴക്കാറുള്ള ഒരു ദിവസമാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. നല്ല മഴക്കാറുണ്ട്, ഏത് നിമിഷവും മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട്. നല്ല കാറ്റും വീശുന്നുണ്ട്, മേഘങ്ങൾ കണ്ടില്ലേ, ഏത് നിമിഷം മഴ പെയ്യാം. മഴ ചെറുതായിട്ടൊക്കെ ചാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് വളരെ നേരത്തെ രീതിയിൽ ചാറുന്നുണ്ട്. അപ്പോൾ എൻ്റെ മകൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു, ആര്യൻ. അവൻ മഴ പെയ്ത് കണ്ടപ്പോൾ ഞാനില്ല, അച്ഛൻ ഷൂട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയാനാണെങ്കിൽ എൻ്റെ ഒരുവിധം ഷോർട്സ് വീഡിയോസ് എല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്ന സ്ഥലം ഇത് തന്നെയാണ്. ഇവിടെ വരുമ്പോൾ പ്രത്യേക ഒരു ഫീലിംഗാണ് എനിക്കുള്ളത്. പ്രത്യേകിച്ച് ഇവിടെ വരുമ്പോൾ എനിക്ക് മനസ്സിന് എന്തെങ്കിലും സന്തോഷമോ സങ്കടമോ എങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ പാടത്ത് വന്നിരുന്ന ഈ കാറ്റൊക്കെ കണ്ട് ഇത് ഇങ്ങനെ ദൂരത്തേക്ക് ഇങ്ങനെ കണ്ണു നട്ടിരിക്കുമ്പോൾ പ്രത്യേക ഒരു സുഖം മനസ്സിൽ ലഭിക്കും, ഒരു ആശ്വാസം മനസ്സിൽ ലഭിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾക്ക് നടന്നു തുടങ്ങാം. ഇവിടെ ഒരു മയിലിൻ്റെ കണ്ടു ഞാൻ. അപ്പോൾ അതിനെ ഒന്ന് പിന്തുടർന്ന് അതിനൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ മനുഷ്യ വിസർജനമൊക്കെ കാലിൽ പറ്റാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ പാമ്പ് അതുപോലുള്ള വിഷജന്തുക്കളെ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ആ മയിലിനെ നമ്മൾ സ്പോട്ട് ചെയ്തു, പക്ഷേ അതിനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല, അപ്പോഴേക്കും അത് പറന്നു പോകും. നമ്മൾ നോക്കട്ടെ, കിട്ടുമോ നോക്കട്ടെ. ഈ പൂവ് കണ്ടില്ലേ, ഇത് നമ്മളെല്ലായിടത്തും ഗ്രാമങ്ങളിലൊക്കെ കാണുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ ഒരു കായൊക്കെ ഉണ്ട്, അത് ഞാൻ കഴിച്ചിട്ടൊക്കെ ഉണ്ട്. വലിയ ടേസ്റ്റൊന്നുമില്ല, പക്ഷേ നാട്ടിൻപുറത്ത് ഒരുപാട് കാണുന്നൊരു ചെടിയാണിത്. അങ്ങനെ നമ്മൾ ആ മയിലിനെ പിന്തുടർന്നു, പക്ഷേ മയിൽ നമ്മൾക്ക് പിടി തരുന്നില്ല, അത് പോയി. അത് നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പിന്നാലെ പോയിട്ട് കാറ്റൊന്നുമില്ല. നെല്ലിലെല്ലാം കതിരുകൾ വന്ന് തുടങ്ങുന്നുള്ളൂ കേട്ടോ. 1-2 കതിരുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാനുണ്ട്. ഏകദേശം ഒരു 2 ആഴ്ചയുടെ എല്ലായിടത്തും എല്ലാ ഭാഗത്തും കതിര് വരാൻ സാധ്യതയുണ്ട്. ഒരു 1-1.5 മാസത്തിനുള്ളിൽ കൊയ്ത്തെല്ലാം കഴിയും. പിന്നെ അടുത്ത ഘട്ടം കൃഷി ആരംഭിക്കും. ഇവിടെ പിന്നെ വെള്ളത്തിന് യാതൊരു ക്ഷാമവും ഇല്ല. മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം ഈ വേനൽക്കാലത്തെല്ലാം കിട്ടും. മഴ പെയ്യുമ്പോൾ മഴക്കാലത്തുള്ള വെള്ളം ഉണ്ടാവും. വേനൽക്കാലത്ത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് മലമ്പുഴ ഡാമിൽ നിന്ന് കനാൽ വഴി വെള്ളം ലഭിക്കുന്നതുകൊണ്ട് തന്നെ കൃഷി ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. കേരളത്തിൽ തന്നെ നെല്ലറ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണല്ലോ പാലക്കാട്. ഈ പാടങ്ങൾക്ക് നടുവിലൂടെ ഒഴുകുന്ന ഒരു ചെറിയ തോടാണ് ഇപ്പോൾ കാണുന്നത്. വലിയ വീതിയൊന്നുമില്ല, ചെറിയ തോടാണ്. ഇപ്പോൾ കുറച്ച് വെള്ളം മാത്രമേ ഇപ്പോൾ കാണാനുള്ളൂ, അധികം വെള്ളമൊന്നുമില്ല. ഇതിനപ്പുറത്തായിട്ടൊരു പാലം ഉണ്ടായിരുന്നു. ഇത് ചെറിയ ആ കാണുന്നതല്ല, അതൊരു തടയണയാണ്. അവിടെ തടയണയിൽ കൂടെയാണ് വെള്ളം നമ്മൾ പാടത്തേക്ക് ഒഴുക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള തടയണയാണത്. ഈ ഇങ്ങേ വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ നടപ്പാലം ഉണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു പാലമായിരുന്നു അത്. ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്, പക്ഷെ എനിക്ക് തോന്നുന്നത് അവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കാനാണ്. ഇവിടുന്ന് കാണുമ്പോൾ അവിടെ വഴിയൊന്നും കാണാനില്ല. എന്തായാലും ഒന്ന് പോയി നോക്കാം. ആ പാലത്തിലേക്കുള്ള വഴിയാണിട്ടത്. എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇന്ന് അവിടേക്ക് എത്താൻ പറ്റുമെന്ന്, കാരണം അത്രയ്ക്ക് കാട് പിടിച്ച് കിടക്കുകയാണ്. അതിൽ കൂടെ പോകുന്നത് കുറച്ച് ഡേഞ്ചറാണ്. കാരണം വേറെ ഒന്നുമല്ല, വല്ല പാമ്പൊക്കെ ഉണ്ടെങ്കിലേ
വലിയ പ്രശ്നമാകും. അപ്പോൾ നടക്കാൻ തീരെ പറ്റാത്തൊരവസ്ഥയിലാണ് അവിടെ പുല്ല് പിടിച്ച് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് അവിടേക്ക് പോകാൻ സാധിക്കില്ല. ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചുകൊണ്ട് പിന്തിരിഞ്ഞ് നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് കിടക്കാം. പാലക്കാട് ഗ്രാമങ്ങളിൽ അതായത് പാടത്ത് കാണുന്ന ഏറ്റവും നല്ലൊരു കാഴ്ചയാണ് ഈ കരിമ്പനകൾ. കരിമ്പനകളുടെ നാടെന്നും കൂടിയാണ് പാലക്കാട് അറിയപ്പെടുന്നത്. അപ്പോൾ കരിമ്പനകൾ ഒരുപാട് നമുക്ക് ഈ പാടത്ത് കാണാൻ സാധിക്കും. കരിമ്പനകളിൽ കള്ളൊക്കെ ചെത്തുന്നുണ്ട്. ചിറ്റൂർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുവിധം കരിമ്പനകളിലെല്ലാം കള്ള് ചെത്ത് നടക്കുന്നുണ്ട്. നമുക്കൊരു അതിഥീനെ പരിചയപ്പെടാം. മറ്റാരുമല്ല, ഒരു ചെറിയ എന്താ പറയുക, ഞണ്ട്. നമ്മൾ പാടങ്ങളിലൊക്കെ കാണുന്ന ചെറിയ ഞണ്ടാണിത്. അതിനെ കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞണ്ട് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ സത്യത്തിൽ ഒരു അപൂർവ കാഴ്ച തന്നെയാണ്. പാടങ്ങളിൽ ഞണ്ട്, ഞവഞ്ഞി, ചെറിയ തവളകൾ, അതൊക്കെ അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണിര. കാരണം വേറെ ഒന്നുമില്ല, ഈ രാസവള പ്രയോഗങ്ങൾ മൂലം, നമ്മുടെ കീടനാശിനി പ്രയോഗം മൂലം പാടങ്ങളിലെല്ലാം ഇത് വളരെ അപൂർവമായിട്ടാണ് ഇപ്പോൾ കണ്ടുവരുന്നുള്ളൂ. എന്തായാലും ഈ ഭാഗത്ത് ഉള്ള പാടങ്ങളിലൊക്കെ ഇപ്പോഴും ഇത് കാണാൻ സാധിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഇന്നത്തെ ചെറിയ ചെറിയ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഞാൻ പുതിയ കാഴ്ചകളുമായിട്ടപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. തൽക്കാലം ഞാൻ വിട പറയുകയാണ്. നിങ്ങളുടെ സ്വന്തം ജിബി കളിയത്ത്.